ബെന്നിൻ്റെ നാട്ടിൽ പെട്ടെന്ന് ഒരു ദിവസം സോംബികളുണ്ടാവുകയാണ്. ആ സോംബികളിൽ നിന്നും ബെന്നും ബെന്നിൻ്റെ കൂട്ടുകാരും എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എന്നാണ് ഈ ഒരു സിനിമയുടെ കഥ. സിനിമയുടെ തുടക്കം തന്നെ ഒരു ക്ലീനറാണ് കാണിക്കുന്നത്. ആ ഒരു ക്ലീനർ വർക്ക് ചെയ്യുന്നത് ഒരു ക്ലിനിക്കിലാണ്. ഈ ക്ലിനിക്കിൻ്റെ പുറത്തുള്ള ജോലികളെല്ലാം തീരുന്നതിന് ശേഷം ക്ലിനിക്കിനകത്തേക്ക് ജോലിക്കായിട്ട് കയറുകയാണ്. ആ ഒരു ക്ലിനിക്കിനകത്ത് ഒരു സയൻറ്റിസ്റ്റ് നല്ല തിരക്ക് പിടിച്ച ജോലിയാണ്. ആ ഒരു സയൻറ്റിസ്റ്റിനെ അടുത്ത് ചെന്ന് ഇത് ക്ലീനർ പറയുകയാണ്, എൻ്റെ പുറത്തുള്ള ജോലികളെല്ലാം കഴിഞ്ഞു, താങ്കളൊന്ന് പുറത്തേക്ക് നിൽക്കാവോ, എനിക്ക് ക്ലിനിക്കിനകം മുഴുവൻ ക്ലീൻ ചെയ്യണമെന്ന് പറയുകയാണ്. വേറെ സയൻറ്റിസ്റ്റ് അത് സമ്മതിക്കുന്നുണ്ട്. ആ ഒരു സയൻറ്റിസ്റ്റ് ഒരു ക്ലീനറോട് പറയുകയാണ്, പെട്ടെന്ന് തന്നെ ജോലികളെല്ലാം തീർക്കണം, ഇവിടെയുള്ള സാധനത്തിനൊന്നും അനാവശ്യമായിട്ട് തൊടില്ലേ എന്നൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്. ഇവിടെ ഒരു ക്ലീനർ അതൊന്നും അനുസരിക്കുന്നില്ല. ഈ ഒരു സയൻറ്റിസ്റ്റ് പുറത്തിറങ്ങിയ ശേഷം ആ ഒരു ക്ലിനിക്കിനകത്ത് കട്ടെല്ലാം വെച്ച് മൂടി ഒരു മുറിക്കകത്ത് കയറുകയും അവിടെ കയറി ചികിത്സിപ്പിക്കുന്ന ഒരു രോഗി ഉണ്ടായിരുന്നു. ഇത് ക്ലീനറുടെ കൈ തട്ടി അവിടെ ഉണ്ടായിരുന്ന മെഷീൻസ് എല്ലാം കേടാവുകയാണ്. അപ്പം പെട്ടെന്ന് തന്നെ ആ ഒരു ക്ലീനർ പാനിക്കാവുകയാണ്. അപ്പം ഈ ഒരു രോഗിക്ക് CPR എല്ലാം നൽകുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും വലിയ കാര്യമായിട്ട് ആ ഒരു രോഗിക്ക് ഏൽക്കുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ ഒരു രോഗി കണ്ണു തുറക്കുകയാണ്. അതൊരു സോംബി ആയിട്ടാണ് കണ്ണു തുറക്കുന്നത്. ഈ ഒരു സോംബി ഈ ഒരു ക്ലീനറെ കടിക്കാൻ വരികയാണ്. ഈ ഒരു ക്ലീനർ എന്തോരം ഒച്ച വെച്ചിട്ടും സൗണ്ട് ഉണ്ടാക്കിയിട്ടും ഈ പുറത്ത് നിൽക്കുന്ന ഒരു സയൻറ്റിസ്റ്റ് ഒന്നും അറിയുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സയൻറ്റിസ്റ്റ് ഈ പുറത്തുള്ള ഈ ഒരു വെന്റിലേഷനിൽ നിന്നും ഈ സ്നാക്സ് എടുക്കാനുള്ള തിരക്കിലാണ്. അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പം ഈ ഒരു സോംബി ഈ ഒരു ക്ലീനറെ കടിക്കുകയാണ്. അങ്ങനെ ഈ ക്ലീനർ ഒരു സോംബിയായിട്ട് മാറുകയാണ്. അങ്ങനെ ഈ ഒരു വെന്റിലേഷനിൽ നിന്നും സ്നാക്സ് എടുത്തുകൊണ്ടിരുന്ന ഒരു സയൻറ്റിസ്റ്റിനെ പുറകെ കൂടെ ഈ ഒരു ക്ലീനർ വരികയും ഈ ഒരു സയൻറ്റിസ്റ്റിനെ കടിക്കുകയും ചെയ്യുകയും അങ്ങനെ ഈ ഒരു സയൻറ്റിസ്റ്റും ഒരു സോംബിയായിട്ട് മാറുകയാണ്. ഇതിന് ശേഷം കാണിക്കുന്നത് ഒരു സ്കൂളാണ്. ഈ സ്കൂളിലാണെങ്കിൽ ഒരു സ്കൗട്ടിൻ്റെ ലീഡർ ഒരു കുട്ടിയെ സ്കൗട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ കുട്ടിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഈ ഒരു സ്കൗട്ടിലേക്ക് വരാനായിട്ട്. ഇപ്പം നിലവിൽ ആകെ ഒരു സ്കൗട്ടിലുള്ളത് ബെന്നും കാർട്ടർ ഓഗി, ഇവർ മൂന്നുപേരാണ് ഈ സ്കൗട്ടിൽ നിലവിലുള്ളത്. എന്നാൽ ഇവർ മൂന്നുപേരിൽ ആകെ ഓഗിക്ക് മാത്രമേ ഉള്ളൂ ഈ സ്കൗട്ടിൽ നിൽക്കാൻ വലിയ താല്പര്യം. ബെന്നിനും കാർട്ടറിനും വലിയ താല്പര്യമൊന്നുമില്ല ഈ ഒരു സ്കൗട്ടിൽ നിൽക്കാനായിട്ട്. കാര്യം വേറൊന്നുമില്ല, ഇത്രയും പ്രായമായിട്ടും ഇവർ നിൽക്കാനൊക്കെ ആയിട്ട് നടക്കുകയാണ് എന്നാണ് ഇവർ വാദിക്കുന്നത്. അന്ന് വൈകിട്ട് തന്നെ ഈ ഒരു ബെന്നിനും കാർട്ടറിനും ഒരു ക്യാമ്പിംഗ് ഉണ്ട്. അപ്പോൾ അതിന് പോകുന്ന വഴിക്കാണെങ്കിൽ ഇവർ പറയുന്നുണ്ട്, നമ്മളിത്രയും പ്രായമായില്ലേ, പിന്നെ നിങ്ങളെന്താ വളയ്ക്കണ്ടല്ലേ, ഈ നിക്കർ വിട്ട് നടക്കുന്നതാണോ ഇല്ലേ എന്നൊക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു മാൻ ഇടിയുടെ വട്ടം ചാടുകയും ഈ മാനിന് വണ്ടി ഇടിക്കുകയും ചെയ്യുകയാണ്. ചത്തുപോവുകയാണ്. അപ്പോൾ ഈ ഇടിയുടെ ആഘാതത്തിൽ വണ്ടിയുടെ ടയർ പഞ്ചറാവുകയാണ്. ആ ഒരു ടയർ മാറുന്നതിന് ഇടയ്ക്ക് കാർട്ടിൻ്റെ പെങ്ങളും അവളുടെ കൂട്ടുകാരിമാരും അവിടെ എത്തുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് അവർ വണ്ടി ഇറങ്ങുകയാണ്. ഈ ഒരു പോകുന്നത് ഇവരുടെ സീനിയേഴ്സായിട്ടുള്ള ആൾക്കാർ നടത്തുന്ന ഒരു സീക്രട്ട് പാർട്ടിയിലൊക്കെയാണ് ഇവരെല്ലാം പോകുന്നത്. അപ്പം ബെന്നിന് ഈ ഒരു കാർട്ടിൻ്റെ പെങ്ങളെ പണ്ട് തൊട്ടുന്ന ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം കാർട്ടിന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇവർ രണ്ടിനും കൂടെ മാറി നിന്ന് സംസാരിക്കുകയാണ്. അപ്പം ഇവന് ഈ പെണ്ണുങ്ങളൊക്കെ ആയിട്ട് മിണ്ടാൻ വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. അപ്പം തപ്പിയും തടഞ്ഞൊക്കെ അവളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാർട്ടറും ബാക്കിയുള്ള കൂട്ടുകാരും അവരുടെ വണ്ടിയിലിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഇവർ പോകാൻ നേരത്താണെങ്കിൽ ഈ ഒരു കാർട്ടിൻ്റെ പെങ്ങളും അവളെ ക്ഷണിക്കുന്നുണ്ട് ഇവർ പോകുന്ന സീക്രട്ട് പാർട്ടിയിലേക്ക്. വൈകിട്ട് അവർക്ക് പാർട്ടിക്ക് പോകാം. ഇത് കേട്ടിട്ട് അവർ വലിയ കാര്യമായിട്ട് തുള്ളി ചടന്നൊക്കെയുണ്ട്. അന്നേരം ഈ ഒരു കാർട്ടർ ബെന്നിനോട് പറയാണ്, നീ പെട്ടെന്ന് വന്ന് വണ്ടി കയറ്, പോയിട്ട് പാർട്ടിക്ക് പോകേണ്ടതാണ് എന്ന് പറയുകയാണ്. ബെന്ന് നോക്കുമ്പം ഈ ഒരു കുറച്ച് മുമ്പ് ഇടിച്ചിട്ടിട്ട ആ ഒരു മാനിനെ അവിടെ കാണാനായിട്ടില്ല. അപ്പം ഇത് കാർട്ടർ പറയാണ്, നീ മാൻ എവിടെയും പോട്ടെ, നീ വന്ന് വണ്ടി കയറ് പറഞ്ഞ് ബെന്നിനെ വിളിച്ചോണ്ട് അവൻ പോവാണ്. ഇവർ പോകുന്നത് ഒരു കാർട്ടിൻ്റെ വീട്ടിലേക്കാണ്. കാർട്ടിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ ഇവരുടെ അടുത്തുള്ള ഒരു പ്രായമായിട്ട് സ്ത്രീ അവരുടെ അടുത്ത് വരികയും ഇവരുടെ പപ്പയെ ഇവരുടെ പിന്നെ അടുത്ത ഒരു മാലിന്യങ്ങളെല്ലാം കൊണ്ടുപോയി ഇടുകയാണ് എന്നൊക്കെ പരാതി പറയുകയും ചെയ്യാണ്. അതിന് ഈ ഒരു കാർട്ട് പറയുകയാണ്, അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാം, ഞാനിപ്പോൾ ഒരു സ്ഥലം വരെ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ബെന്നി പറയുകയാണ്, ഞാൻ പോവാണ് എന്ന് പറയുന്നുണ്ട്. അതിന് കാർട്ടർ പറയുകയാണ്, നീ ഇപ്പം പൊക്കോ, വൈകിട്ടത്തേക്കുള്ള കുപ്പിക്കുള്ള പൈസ എല്ലാം റെഡിയാക്കി വെച്ചോ, നിങ്ങൾ വൈകിട്ട് കാണാം എന്ന് പറഞ്ഞ് ഈ ഒരു ബെന്ന് അവൻ്റെ കാറും എടുത്ത് ബെന്നിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതിന് ശേഷം കാണിക്കുന്നത് ഈ ഒരു സ്കൗട്ടിൻ്റെ ലീഡർ ഒരു ക്യാമ്പ് നടക്കുന്ന അങ്ങോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ പോകുന്ന വഴിക്ക് അടുത്തുള്ള കാട്ടിൽ നിന്നും ഒരു സൗണ്ട് കേൾക്കുകയാണ്. ഇതെന്താണെന്ന് നോക്കുമ്പോൾ കുറച്ച് നേരം മുമ്പ് ബെന്നും കാട്ടും ഇടിച്ച ആ മാനിനാണ് കാണുന്നത്. ഈ ഒരു മാൻ ഒരു സോംബി ആയിട്ട് വന്ന് ഈ ഒരു ലീഡറെ അറ്റാക്ക് ചെയ്യുകയാണ്. ഈ അറ്റാക്ക് ചെയ്യുമ്പം ഈ ഒരു ലീഡറെ പേടിച്ചിട്ട് കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് ആ മാനിനെ കുത്തിക്കൊല്ലുകയാണ്. ഇതിനു ശേഷം കാണിക്കുന്നത് സിനിമയുടെ തുടക്കം കാണിച്ച ആ ഒരു സയൻറ്റിസ്റ്റ് സോംബി ആയിട്ട് വരികയും ഈ ഒരു ലീഡർ ആക്രമിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ഈ ഒരു സയൻറ്റിസ്റ്റിനായിരുന്നു ഈ ഒരു ലീഡർക്ക് കടി കിട്ടുകയും ഈ ഒരു ലീഡറും സോംബിയായി മാറുകയും ചെയ്യുകയാണ്.
ഇതിന് ശേഷം കാണിക്കുന്നത് ഈ ഒരു ബെന്നിനെ കാറെടുത്ത് കാറിനെ പിക്ക് ചെയ്യാൻ വരികയാണ്. പിക്ക് ചെയ്തിട്ട് സിറ്റിയിലേക്ക് വരികയാണ്. ഈ സിറ്റിയിൽ പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു വൈകിട്ടത്തേക്കുള്ള പാർട്ടിക്ക് വേണ്ടി മദ്യക്കുപ്പികൾ എടുക്കുക എന്നതാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം. അങ്ങനെ വൈകിട്ടത്തേക്കുള്ള കുപ്പികൾ എടുക്കാനായിട്ട് ഒരു പിച്ചക്കാരൻ്റെ കയ്യിൽ പൈസ കൊടുത്ത് വിടുകയാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും മദ്യക്കുപ്പികൾ വാങ്ങാനായിട്ടുള്ള പ്രായം ആയിട്ടില്ല. അതുകൊണ്ട് ഇവർക്ക് മദ്യക്കുപ്പികളൊന്നും കിട്ടില്ല. ഈ ഒറ്റ കാരണത്തിലാണ് ഈ ഒരു പിച്ചക്കാരൻ്റെ കയ്യിൽ പൈസ എല്ലാം കൊടുത്ത് ഏൽപ്പിച്ച മദ്യം വാങ്ങാനായിട്ട് ഇവർ പറഞ്ഞു വിടുന്നത്. അപ്പം കുറേ നേരം വണ്ടിയിൽ കാത്തിരുന്നെങ്കിൽ പോലും മദ്യക്കുപ്പികളുമായിട്ട് ഒരു പിച്ചക്കാരൻ വരുന്നില്ല എന്ന് തോന്നിയപ്പം ആണ് ഈ ഒരു അടുത്തുള്ള ക്ലബ്ബിൽ നിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങി വരികയാണ്. ആ പെൺകുട്ടി ആ ക്ലബ്ബിലെ ഡാൻസറാണ്. ആ പെൺകുട്ടിയുടെ പേര് ഡെന്നീഫ് എന്നാണ്. അപ്പം ഡെന്നീഫ് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഒരു കാർഡനും ബെന്നിനും ക്രഷ് അടിക്കുകയാണ്. അതിനും അവർ രണ്ടും വണ്ടിന് പുറത്തിറങ്ങി അങ്ങോട്ട് നടന്നപ്പോഴത്തേക്കും ആ ഡെന്നീഫ് പുറത്തേക്കൊക്കെ ഇറങ്ങുകയും ഇവരുടെ ഡെന്നീഫിൻ്റെയും കാർഡിൻ്റെയും കൈ തട്ടി ആ ഒരു ഡെന്നീഫിൻ്റെ ബാഗ് പൊട്ടുകയും നിലത്ത് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ കാർട്ടർ പെട്ടെന്ന് തന്നെ ആ ഒരു ബാഗിൻ്റെ വള്ളി എടുത്ത് കെട്ടുകയും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അന്നേരം ഡെന്നീഫിന് കാര്യം മനസ്സിലായി, ഈ ഒരു മദ്യക്കുപ്പികൾ വാങ്ങാനായിട്ടാണ് വന്നേ എന്ന് മനസ്സിലായി. ഈ പിച്ചക്കാരൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു പൈസ വാങ്ങിയിട്ട് ഡെന്നീഫിൻ്റെ കയ്യിൽ മദ്യക്കുപ്പികൾ വാങ്ങാനായിട്ട് പൈസ കൊടുത്തു വിട്ടു. ഈ ഒരു ഡെന്നീഫ് പൈസ വാങ്ങി മദ്യക്കുപ്പികൾ വാങ്ങി ഈ ഒരു ബെന്നിനും കാർട്ടനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാർട്ടർ ഡെന്നീഫിയുടെ ടാങ്ക്സ് എല്ലാം പറഞ്ഞ് അവരുടെ ക്യാമ്പ് നടക്കുന്ന അങ്ങോട്ട് പോവാണ്. അവിടെ ചെന്നപ്പം ഇവിടെ ഓഗി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അവർ പരസ്പരം അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, ലീഡർ വന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം അവർക്ക് ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. അവരവരുടെ പരസ്പരം പറയുന്നുണ്ട്, ഈ ഒരു ലീഡറാണല്ലോ എല്ലാ ക്യാമ്പിലും നേരത്തെ വരുന്നത്, ഈ പ്രാവശ്യം എന്ത് പറ്റി എന്നൊക്കെ പരസ്പരം ചോദിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ആർക്കും കാര്യമായിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും, അതായിരിക്കും താമസിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ ക്യാമ്പിങ്ങിന് വേണ്ട ടെൻറ്റും കാര്യങ്ങളെല്ലാം അവിടെ ഫിറ്റ് ചെയ്യുകയാണ്. ക്യാമ്പിങ്ങിനുള്ള എല്ലാ സംഭവം ഫിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്യാമ്പ് ഫയർ നടത്താൻ ഇവരെല്ലാം കൂടെ. ഈ ഒരു ക്യാമ്പ് ഫയർ ഈ രോഗിക്ക് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് പോലും ബെന്നും കാർട്ടറും ഈ ഒരു നൈറ്റ് പാർട്ടിയുടെ കാര്യം ഈ രോഗിയോടൊന്നും പറയുന്നില്ല. ഇവരെല്ലാം കിടന്നതിന് ശേഷം ബെന്നും കാർട്ടറും കൂടെ ഈ നൈറ്റ് പാർട്ടിക്ക് വേണ്ടി ഈ രോഗി അറിയാതെ ഇവിടെ നിന്നും പോവുകയാണ്. ഈ പോകുന്ന വഴിക്കാണെങ്കിൽ ഈ ഒരു ലീഡിനെ കത്തി അവർക്ക് കിട്ടുകയാണ്. എന്നാലും അതൊന്നും കാര്യമാക്കാതെ അവർ വണ്ടി സ്റ്റാർട്ടാക്കുമ്പം ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിലാണെങ്കിൽ രോഗി നിൽക്കുകയാണ്. നമ്മളെല്ലാം ഒരുമിച്ചല്ലേ ക്യാമ്പിങ്ങിന് വന്നേ, ഇപ്പം എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾ പോവുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രോഗി ഈ ക്യാമ്പ് നടക്കുന്ന അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ ഒരു ബെന്നും കാർട്ടറും ആണെങ്കിൽ ഈ ഒരു സിറ്റിയിലേക്ക് പോവുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ മദ്യങ്ങൾ അവരൊക്കെ വാങ്ങണമായിരുന്നു. അപ്പം അതുകൊണ്ട് സിറ്റിയിലേക്ക് ചെന്നപ്പം അവിടെ ആണെങ്കിൽ ആരും കാണാനില്ല. ഈ ഒരു ബാറിൻ്റെ ആണെങ്കിലും ഗ്ലാസുകളും കാര്യങ്ങളൊക്കെ ആരൊക്കെയോ തല്ലി പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഈ കാർട്ടറിന് എന്തോ ഒരു പന്തികേട് തോന്നുകയാണ് ഇതെല്ലാം കണ്ടിട്ട്. അപ്പം ഇതിൻ്റെ അടുത്തേക്കുള്ള ക്ലബിലേക്ക് ചെന്നപ്പം സാധാരണ പൊതുവായിട്ട് അവിടെ ഒരു പുറത്തൊരു സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റി ആണെങ്കിലും ID കാർഡെല്ലാം ചെക്ക് ചെയ്തിട്ട് പ്രായമായവരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പിന്നീട് ആ ക്ലബിൻ്റെ അകത്തേക്ക് കയറിയപ്പം തന്നെ ആരും അവിടെ കണ്ടില്ല. അവരവിടെ ചെന്ന് ഇരുന്നപ്പോഴത്തേക്കും ഒരു പിക്നിക് ആയിട്ട് ഒരു പെൺകുട്ടി ഒരു ബെന്നിൻ്റെ അടുത്തേക്ക് വരികയും ഡാൻസ് കളിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ ആ പെൺകുട്ടി സോംബിയെ മറിയും ഈ ഒരു ബെന്നിനെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. ഇതിനു ശേഷം ബെന്ന് ഓടി രക്ഷപ്പെട്ട് ഒരു ടോയ്ലറ്റിനകത്തേക്ക് കയറാണ്. അന്നേരം തന്നെ ആ ഒരു സെക്യൂരിറ്റി ഒരു സോംബിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതാണ് സെക്യൂരിറ്റി ഇവനെ തപ്പി വരികയാണ്. ഓരോ ബാത്റൂമും ആണെങ്കിൽ തുറന്ന് നോക്കുന്നുണ്ട്. ഈ ബെന്നിരിക്കുന്നത് ഏറ്റവും അവസാനത്തെ കളിക്കകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഏറ്റവും അവസാനത്തെ കളി എത്താറായപ്പോഴത്തേക്കും ഈ ഒരു ഡെന്നീഫ് എന്ന് പറഞ്ഞ പെൺകുട്ടി ആ ഒരു സെക്യൂരിറ്റീനെ വെടിവെച്ചിടുകയാണ്. എന്നിട്ട് ഈ ഒരു ഡെന്നീഫ് എന്ന് പറഞ്ഞ പെൺകുട്ടി ഇവരെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. ആണെങ്കിൽ ഈ ഒരു ടീം ലീഡറെ തപ്പി ഈ ഒരു ലീഡറിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പം ഈ ഒരു വീടിൻ്റെ ഡോറെല്ലാം തുറന്നിട്ടിരിക്കുകയാണ്. ഈ തുറന്ന് അകത്തേക്ക് കയറി നോക്കുമ്പം അവിടെ ആരും കാണാനായിട്ടൊന്നുമില്ല. ഇതേ സമയത്ത് ഒരു ബെന്നിനും കാർട്ടനും ഈ ഒരു ഡെന്നീഫ് എന്നൊക്കെ മനസ്സിലാവാണ്, നിങ്ങളിവിടെ ഒത്തുനേരം നിൽക്കുന്നത് ശരിയല്ല, നിങ്ങൾ ഇവിടെ അങ്ങനെ രക്ഷപ്പെടണം. കാര്യം ഇവിടെ കുറേ സോംബികളുണ്ട്, ഒത്തുനേരം ഇവിടെ നിന്ന് ആ സോംബികളെ പിടിക്കും, നമ്മൾ സോംബി എന്നൊക്കെ പറയുകയാണ്. ഈ ഒരു സമയത്താണ് ഒരു സോംബി അവരെ അടുത്തേക്ക് വരികയാണ്. ഇത് കണ്ടിട്ട് ആ ഡെന്നീഫ് എന്ന് പറഞ്ഞ പെൺകുട്ടിയാണെങ്കിൽ ആ ഒരു സോംബിനെ വെടിവെച്ച് വിടുകയാണ്. അന്നേരം തന്നെ ഈ ഒരു സൗണ്ട് കേട്ടിട്ട് ചുറ്റിലുണ്ടായിരുന്ന കുറേ സോംബികൾ അവരുടെ അടുത്തേക്ക് വരികയാണ്. അന്നേരം ഈ ഒരു വെടിവെച്ച ഇട്ട ആ സോംബി ആണെങ്കിലും പിന്നെയും എഴുന്നേറ്റ് വരികയാണ്. ഇത് കണ്ടിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് അവരുടെ വണ്ടിയിൽ കയറി ശകലം ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ആ ഒരു കാറിൻ്റെ ആണെങ്കിൽ ഒരു ഫ്രണ്ട് ടയർ ഊരിപ്പോവുകയാണ്. ആ ഊരിപ്പോയത് ഇത് കണ്ടിട്ടാണെങ്കിൽ ഈ ഒരു ബെന്ന് പറയാണ്, ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഒരു വണ്ടിയുടെ ടയർ ഇടാം, നിങ്ങളെ സോംബിയുടെ കാര്യം നോക്കാമെന്ന് പറഞ്ഞ്
ഈ ഒരു ബെന്ന് ആ ഒരു ടയർ എല്ലായിടത്തും ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ഡെന്നീസ് എന്ന് പറഞ്ഞ പെൺകുട്ടി ഈ കുറേ സോംബികളെ വെടിച്ചിടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഒരു ടയർ ബെന്നിട്ടിട്ട് അവരവിടെ നിന്ന് കയറി രക്ഷപ്പെടുകയാണ്. ഇതേ സമയത്താണെങ്കിൽ ഓഗിയാണെങ്കിൽ വിശന്നിട്ടാണെങ്കിൽ ഈ ടീം ലീഡറിൻ്റെ വീട്ടിൽ നിന്ന് ഫുഡും കാര്യങ്ങളും എടുത്ത് കഴിക്കുകയാണ്. ഈ കാര്യം പേപ്പറിൽ എഴുതി വെക്കുന്നുണ്ട്. കാര്യം എനിക്ക് വിശന്നിട്ട് ഞാൻ ഇവിടുന്ന് ഫുഡും കാര്യങ്ങളും എടുത്ത് കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുകയാണ്. പിന്നീട് എപ്പോഴെങ്കിലും ഈ ടീം ലീഡർ വന്നെങ്കിൽ കണ്ടോട്ടെ എന്നുള്ള ഇതിലായിരിക്കണം. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഈ രോഗിക്ക് നല്ലൊരു ബാത്റൂമിൽ പോകാൻ തോന്നിയിട്ട് ബാത്റൂമിൽ പോവാണ്. ബാത്റൂമിൽ പോയിട്ട് കാര്യങ്ങളെല്ലാം സാധിച്ചു കഴിഞ്ഞിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സോംബി പുറകിലുണ്ടായിരുന്ന ജനലിൽ കൂടെ ഓഗിനെ പിടിക്കാണ്ട് കൈയിടുകയാണ്. ഇതൊന്നും ഓഗി അറിയുന്നില്ല. കാര്യം കഴിഞ്ഞിട്ട് എഴുന്നേക്കുന്നതും കൈ വരുന്ന ഒരുമിച്ചായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഓഗിനെ പിടുത്തം കിട്ടുന്നില്ല. പക്ഷേ ഇതൊന്നും ഓഗി അറിയാത്ത ഇതിൽ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണെങ്കിൽ ഈ ഹാളിലാണെങ്കിൽ ഇരുട്ടത്ത് ടീം ലീഡർ നിൽക്കുകയാണ്. അങ്ങനെ ഓഗി ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെ ഇരുന്നു, നിങ്ങൾ കുറേ തപ്പി എവിടെയും കാണാനില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാലും മറുപടി ഒന്നും കിട്ടുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ ടീം ലീഡർ ആ ഇരുട്ടത്തു നിന്നും വെളിച്ചത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഓഗിക്ക് മനസ്സിലായി ഇയാളും ഒരു സോംബിയെ മാറി എന്ന് പറഞ്ഞാൽ പേടിച്ചിട്ട് അവിടുന്ന് ഓടുകയാണ്. ഓടി കയറുന്നത് അടുത്തുണ്ടായിരുന്ന ഷെഡിലാണ്. ഈ ഷെഡിലാണെങ്കിലും ഈ സോംബി കയറുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഫയർ മെഷീൻ വെച്ച് ഈ സോംബിനെ ഫയർ ചെയ്യുകയാണ്. ഇതിന് ശേഷം കാണിക്കുന്നത് ബെന്നും കാർട്ടറും ഡെന്നീസും ഇവർ മൂന്നുപേരും കൂടെ രക്ഷപ്പെട്ട് ഒരു പോലീസ് സ്റ്റേഷൻ അങ്ങോട്ട് വരികയാണ്. അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സഹായം ചോദിക്കാം എന്നുള്ള രീതിയിലാണ് അങ്ങോട്ട് വന്നത്. അവിടെ വന്നപ്പം ഈ പോലീസ് സ്റ്റേഷൻ്റെ ഭിത്തിയിലാണെങ്കിൽ നോട്ടീസാണ് കാണുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടെ സർവൈവ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് ഓടി രക്ഷപ്പെട്ടു എന്നാണ് ആ ഒരു നോട്ടീസിലുണ്ടായിരുന്നത്. ഇത് കണ്ടിട്ട് അവർക്ക് ആകെ വിഷമമാവുകയാണ്. എന്നിട്ട് ഇവർ മൂന്നുപേരും കൂടെ ആ ഒരു പോലീസ് സ്റ്റേഷനകത്ത് കയറി കഥ കടിച്ചിരിക്കുകയാണ്. ഈ പോലീസ് സ്റ്റേഷനകത്താണെങ്കിൽ ഒരു സോംബിയായിട്ട് മാറിയ ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു. ഈ പോലീസുകാരൻ്റെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു. ആ തോക്ക് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ വെടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സോംബി. ഇതിന് രക്ഷപ്പെടാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഫയർ മെഷീൻ ഉണ്ടായിരുന്നു. ഈ തീയിൽ അണയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച് ഈ പോലീസുകാരൻ്റെ മേത്തേക്ക് ഉപയോഗിക്കുകയാണ്. ഈ സൗണ്ടെല്ലാം കേട്ടിട്ട് പുറത്തുണ്ടായിരുന്ന സോംബികളെല്ലാവരും കൂടെ അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വരുന്ന കണ്ടിട്ട് ഇവർ ബെന്ന് പറയുകയാണ്, ഇതിനകത്തൊരു സെല്ലുണ്ട്, ഇരുമ്പും കൊണ്ടുണ്ടാക്കിയ ഒരു സെല്ലാണ്, നമുക്ക് അതിൽ കയറി ഇരിക്കാം എന്ന് പറഞ്ഞ് ഇവർ മൂന്നുപേരും കൂടെ ആ സെല്ലിനകത്തേക്ക് ഓടുകയാണ്. ഇവരെ തൊട്ട് പറയുകയാണെങ്കിൽ സോംബികളെല്ലാവരും കൂടെ ഓടി വരുന്നുണ്ട്. പിടിച്ചില്ല എന്നുള്ള രീതിയിൽ ഇവർ മൂന്നുപേരും കൂടെ ഈ സെല്ലിനകത്തേക്ക് കയറി കഥ അടച്ചതും എന്തോ ഭാഗ്യം ഇവരെ ആരും കടിക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല. ഞാൻ അടച്ചപ്പോഴത്തേക്കും ഈ ചുറ്റിനും ഈ സോംബികളെ കാണാം. ഇവർക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ലാത്ത അവസ്ഥയിലാണ് ഇവർ ആത്തിരിക്കുന്നത്. ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവർ സോംബികളെ എല്ലാവരും കൂടെ അവരെല്ലാം കടിച്ചു കയറും. ആ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എങ്ങനെ പുറത്ത് ചാടും എന്നുള്ള ടെൻഷൻ ആണ് ഇവർ മൂന്നും കൂടെ ഇരിക്കുന്നത്. ഇതിനു ശേഷം കാണിക്കുന്നത് ഓഗിനാണ്. ഓഗിയാണെങ്കിൽ ആ ഷെഡിലുണ്ടായിരുന്ന സോംബിനെ ആണെങ്കിൽ ഒരു കസേര ഇട്ട് കെട്ടിയിടുന്നുണ്ട്. പിന്നെയും കാണുന്നത് ആ പോലീസ് സ്റ്റേഷനിലാണ്. ഈ പോലീസ് സ്റ്റേഷൻ്റെ അകത്തും പുറത്തുമായിട്ട് നിരവധി സോംബികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സെല്ലിൻ്റെ പുറത്തേക്ക് ഇവർക്ക് മൂന്നുപേർക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലാത്ത അവസ്ഥയായിരിക്കുകയാണ്. ഈ സമയത്താണ് ഇവർ മൂന്നുപേരും നല്ല പരിചയപ്പെടുന്നത്. പക്ഷേ കാർട്ടനും ബെന്നിയും നേരത്തെ പരിചയം ഉണ്ടായിരുന്നെങ്കിലും ഡെന്നീസുമായിട്ട് വലിയ കമ്പനിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡെന്നീസുമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പരിചയപ്പെടുന്നുണ്ട്. ഇതിനു മുമ്പ് ഇതുപോലെ പരിചയപ്പെടാനായിട്ടൊന്നും അവസരം കിട്ടിയിരുന്നില്ല. കാര്യം ഈ സോംബികളിൽ നിന്നും രക്ഷപ്പെടാനായിട്ടുള്ള തിരക്കിലായിരുന്നു ഇവർ മൂന്നുപേരും. സമയത്താണെങ്കിൽ പുറത്തുണ്ടായിരുന്ന സോംബി അവിടെയുള്ള കാറെ തട്ടുകയും ആ കാറിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു പാട്ട് വീട്ടിൽ നിന്നും പാട്ടും കേൾക്കുകയാണ്. ഇതിൽ പാട്ടിൻ്റെ സൗണ്ട് കേട്ടിട്ടാണെങ്കിൽ ആ പോലീസ് സ്റ്റേഷൻ്റെ അകത്തും പോലീസ് സ്റ്റേഷൻ്റെ പുറത്തുണ്ടായിരുന്ന ഒത്തിരി സോംബികൾ ആ ഒരു പാട്ട് കേൾക്കുന്ന അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പം ഈ ഒരു സമയം നോക്കി ഈ ബെന്നും കാർട്ടറൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാണ്ട് നോക്കുകയാണ്. ഈ സമയത്താണ് അവരൊക്കെ പുറത്ത് പോകാനുള്ള താക്കോല് പുറത്ത് സെല്ലിന് പുറത്തായിട്ട് കാണുന്നത്. അപ്പോൾ ഇതെടുക്കാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഇടയ്ക്ക് ഈ ഓഗിയാണെങ്കിൽ അങ്ങോട്ട് ഓടിയെത്തുകയാണ്. അന്നേരം ഈ ഓഗിനെ കാല് തട്ടി അവിടെ ഉണ്ടായിരുന്ന ചെറിയ ഹോളിലേക്ക് താക്കോല് പോവാണ്. അപ്പം ഇവർക്ക് പുറത്ത് ചാടാനായിട്ടുള്ള ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്വാസം അതും നഷ്ടപ്പെടുകയാണ്. പിന്നെ ഓഗിയുടെ കയ്യിലുണ്ടായിരുന്ന ചില കത്തി വെച്ച് ആ സെല്ല് തുറക്കാനായിട്ടുള്ള ശ്രമം നടത്തുകയാണ്. അങ്ങനെ അവസാനം കുറച്ച് നേരത്തെ ശ്രമങ്ങൾക്ക് ശേഷം ആ ഒരു ശ്രമം വിജയിക്കുകയാണ്.
കുറച്ച് നേരത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം ഇവർ 4 പേരും കൂടെ ആ ഒരു പോലീസ് സ്റ്റേഷൻ്റെ അകത്തു നിന്നും ഈ സോംബികളെ കണ്ണെല്ലാം പിടിച്ച് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ കുറച്ച് നേരം ഓടി കഴിഞ്ഞപ്പോഴത്തേക്കും അകലെയായിട്ട് ഒരു ആംബുലൻസ് കിടക്കുന്നുണ്ട്. ഈ ആംബുലൻസിൻ്റെ അടുത്തേക്ക് ഇവർ 4 പേരും കൂടെ പതിയെ നടന്ന് പോവുകയാണ്. അതിനാണ് ഈ ആംബുലൻസിനടുത്ത് നിന്നും ഇവരുടെ അടുത്തേക്ക് ഒരു സോംബി പതിയെ നടന്നു വരുന്നത് കാണുന്നത്. ഇത് സോംബി ഇട്ടിരിക്കുന്നത് ഒരു ബനിയനാണ്. ആ ഒരു ബനിയനിൽ പ്രശസ്തമായിട്ടുള്ള പാട്ടുകാരുടെ ഫോട്ടോയും പേരെല്ലാം ഉണ്ട്. ഈ ബെന്നാണെങ്കിൽ ഈ സോംബിയുടെ അടുത്ത് ചെന്ന് ഈ പാട്ടുകാരുടെ പാട്ടെല്ലാം പാടി കേൾപ്പിക്കുകയാണ്. അന്നേരം ഈ സോംബി എന്തൊക്കെയോ ഓർത്തെടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണ് പുറകിൽ നിന്നൊരു വെടിവെച്ച് കേൾക്കുന്നത്. ഇത് സോംബിനെ ഒരാൾ വെടിവെച്ചിട്ടുകൊണ്ട് ചെയ്തേ. അത് ആരാണെന്ന് വെച്ചാൽ ആ ഒരു രാജ്യത്തിൻ്റെ ആർമിക്കാരനാണ്. ഈ ആർമിക്കാരൻ്റെ കൂടെ ഇവർ 4 പേരും കൂടെ അവിടുന്ന് അവരുടെ വണ്ടിയിൽ കയറി രക്ഷപ്പെടുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നേരം രക്ഷിച്ചെടുക്കാനായിട്ട് അവർ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു ഓഗി പറയുന്നത് ഈ കാർട്ടിൻ്റെ പെങ്ങളെ ബെന്നിന് ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവസാനം ഈ ഒരു ഡെന്നീഫിനാണെങ്കിൽ ഈ ഒരു ആർമിക്കാരൻ വണ്ടിക്കകത്തിട്ട് ഉപദ്രവിക്കുന്ന ഒരു സൗണ്ട് കേൾക്കുകയാണ്. അന്നേരം ഇവർ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പം ഈ ഒരു ആർമിക്കാരനാണെങ്കിൽ ഒരു സോംബിയായിട്ട് മാറി ഈ ഒരു ഡെന്നീഫിനെ ഉപദ്രവിക്കുന്നതാണ്. അപ്പോൾ അയാളുടെ തോക്കെടുത്ത് ഈ ഒരു ആർമിക്കാരനെ ഇവർ വെടിവെച്ച് കൊല്ലുകയാണ്. അന്നേരം ഈ ഒരു ആർമിക്കാരൻ്റെ വൈറസ് സെറ്റിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. ഈ രാജ്യത്താകെ മൊത്തം വൈറസ് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പെങ്ങളെയും അവരുടെ കൂട്ടുകാരെയും എങ്ങനെയോ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് വരികയാണ്. ഈ സമയത്താണ് കാർട്ടറിൻ്റെ ഓർക്കുന്നത് തൻ്റെ പെങ്ങളും അവരുടെ കൂട്ടുകാരും എല്ലാം ഒരു സീക്രട്ട് പാർട്ടിയിലേക്ക് പോയിട്ടുണ്ട്. അതെങ്ങനെയും കണ്ടുപിടിക്കണം, അവരെ രക്ഷിക്കണം എന്ന് പറയുകയാണ്. ഈ ഒരു സമയത്താണ് കാർട്ടർ ഓർത്ത് തൻ്റെ പെങ്ങൾക്കാണെങ്കിൽ ഒരു ഡയറി എന്ന സ്വഭാവമുണ്ട്. ആ ഒരു ഡയറി നോക്കിയാൽ ഈ ഒരു സീക്രട്ട് പാർട്ടി നടക്കുന്നത് എവിടെയാണ് എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമെന്നും പറഞ്ഞിട്ട് കാർട്ടർ ബാക്കിയുള്ളവരെ കൂട്ടിക്കൊണ്ട് ഒരു കാർട്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ്. കാർട്ടിൻ്റെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞ് കാർട്ടിൻ്റെ പെങ്ങളുടെ മുറിയെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരമാണെങ്കിൽ ബെന്നിൻ്റെ പെങ്ങലായിട്ട് നാളെ വരികയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ബെന്നിൻ്റെ ക്രഷിൻ്റെ മുറിയാണല്ലോ അത്. അതുകൊണ്ടാണ് ബെന്നി ഇത്ര നാണിച്ച് അവിടെ നിൽക്കുന്നത്. എന്നാൽ കാർട്ടർ വന്ന് പറയുകയാണ് എല്ലാവരും കൂടെ ആ ഡയറി എവിടെയാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ന് പറയുകയാണ്. എല്ലാവരും തപ്പിക്കൊണ്ടേയിരിക്കുന്നതിന് ഇടയ്ക്കാണ് ഇത് താഴെ എന്ന് സൗണ്ട് കേൾക്കുകയാണ്. അന്നേരം ഈ ഒരു കാർട്ടറും ഓഗിയും കൂടെ താഴെ ആ സൗണ്ട് കേൾക്കുന്നത് എന്താണെന്ന് ചെന്ന് നോക്കാൻ പോയിരിക്കുകയാണ്. താഴെ ചെന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു ഡെന്നീഫും ബെന്നും ക്ലാസ് എടുക്കുകയാണ്. ഈ പെണ്ണുങ്ങളെ എങ്ങനെ പെട്ടെന്ന് വീഴ്ത്തണം, പെണ്ണുങ്ങളെ എങ്ങനെ സംസാരിക്കണം, പെണ്ണുങ്ങളെ എങ്ങനെ കിസ് ചെയ്യണം എന്നൊക്കെ ഈ ഡെന്നീഫ് ബെന്നിനെ ക്ലാസ് എടുക്കുകയാണ്. അന്നേരം ഈ ഒരു കാർട്ടറും ഓഗിയും താഴെ ചെന്ന് നോക്കുമ്പം താഴെ ഒരു സോംബിയൊക്കെയാണ്. ഇതെന്നെ പേടിച്ച് അവർ ഒച്ച എടുക്കുകയാണ്. അന്നേരം ബാക്കിയുള്ള സോംബികളും കൂടെ ഇവരുടെ ഈ ഒരു വീട്ടിലേക്ക് വരികയാണ്. അന്നേരം ഈ ഒരു കാർട്ടറും ഓഗിയും കൂടെ ആണെങ്കിൽ ഈ ഒരു മേലത്തെ റൂമിലേക്ക് പോവുകയാണ്. അത് അവിടെ കാണുന്നത് ഈ ഒരു ഡെന്നീഫും ബെന്നും കൂടെ ക്ലിഫ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് അവർ പെട്ടെന്ന് ആ ജനലിക്കോടെ താഴത്തേക്ക് ചാടി ആ മതിൽ ചാടാമെന്ന പ്ലാനിങ്ങിലായിരുന്നു ഇരുന്നത്. അത് ഓരോരുത്തരുടെ ചാടി അവസാനം ഉണ്ടായിരുന്ന ബെന്നായിരുന്നു. ബെന്നാണെങ്കിൽ ചാടാൻ നിന്നപ്പോഴാണ് അവളുടെ ആ ഡയറി കാണുന്നത്. അപ്പോൾ ബെന്ന് ആത്തേക്ക് കയറിയിട്ട് ആ ഡയറി എടുക്കുന്ന സമയത്ത് ഒരു വൈഫായിട്ടുള്ള സോംബി വരികയാണ്. സോംബി പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചാടാൻ നിൽക്കുമ്പോഴത്തേക്കും കൈ തെന്നി പെട്ടെന്ന് കയറി പിടിച്ചത് ആ ഒരു സോംബിയുടെ സമ്മാനത്തിലായിരുന്നു. ആ സാമാനം മരിഞ്ഞ് വരുന്നുണ്ടെങ്കിലും പെട്ടെന്ന് പൊട്ടി ഈ ഒരു ബെന്ന് താഴത്തേക്ക് ചാടുകയാണ്. അപ്പം താഴെ ഇടിച്ച് അവിടെ നിന്ന് തെറിച്ച് ആ മതിൽ ചാടി കിടക്കുകയാണ്. ഇവരെല്ലാം ഓടിക്കയറുന്നത് ഈ സിനിമയുടെ തുടക്കം കാണിച്ച ഒരു വൈഫൈ സ്ത്രീ ഉണ്ടല്ലോ, നിറച്ചും പൂച്ചലുള്ള കാർട്ടിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു വൈഫൈ സ്ത്രീ. ആ ഒരു വൈഫൈ സ്ത്രീയുടെ വീടിൻ്റെ അകത്തേക്കാണ് കയറുന്നത്. അവിടെ അകത്തേക്ക് കയറിയപ്പോൾ ആരും കാണാനില്ല. അവിടെ ഉണ്ടായിരുന്ന പൂച്ചകളൊന്നും കാണാനായിട്ടില്ല. കഴിക്കാൻ വല്ലതും കിട്ടുമെന്ന് അറിയാനായിട്ട് അവരെല്ലാം ഫുഡും എല്ലാം തപ്പുന്നുണ്ട്. ഈ സമയത്താണ് ഓഗിയുടെ പുറത്തും കൂടെ ഒരു പൂച്ച വലിഞ്ഞു കയറുന്നുണ്ട്. ആ ഒരു പൂച്ച ഒരു സോംബി ആയിട്ട് മാറിയിരുന്നു. ആദ്യമേ ഓഗി ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും പൂച്ച തോളെ കയറി ഗർന്ന് സൗണ്ട് കേൾപ്പിച്ചപ്പോഴാണ് ഓഗി ഇത് കാണുന്നത്. ആ പൂച്ചനെ വലിച്ചെറിഞ്ഞിട്ട് അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. പുറത്തേക്ക് ആ ഒരു വൈഫൈ സ്ത്രീയുടെ കാറും എടുത്ത് അവരെ ഓടിച്ചിട്ട് പോവുകയാണ്. അതിനും കുറേ സോംബികളെല്ലാം കാണുന്നുണ്ടെങ്കിലും അവരെല്ലാം ഇടിച്ച് തെറിപ്പിച്ച് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു ടീം ലീഡറും സോംബിയായ ആളെ കാണുന്നത്. ഈ ഒരു ടീം ലീഡറെ ഇടിച്ച് തെറിപ്പിച്ചിട്ടാണ് അവിടുന്ന് പോകുന്നത്. എവിടെ വെച്ചാണ് സീക്രട്ട് പാർട്ടി നടക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുകയാണ്. അന്നേരം ഈ ഒരു കാര്യം സൈന്യത്തെ അറിയിക്കാനായിട്ട് ഡെന്നീഫ് വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. ബാക്കിയുള്ള ഈ ഒരു ബെന്നും കാർട്ടറും ഓഗിയും ആണെങ്കിൽ ഈ ഒരു മാടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ഈ ഒരു സോംബികളെ എതിർക്കാനായിട്ടുള്ള സാധനങ്ങളും സംഭവം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു സീക്രട്ട് പാർട്ടി നടക്കുന്ന സ്ഥലത്ത് ഒരു റൂമിൽ
ആണും പെണ്ണും കൂടെ കുളിച്ചിട്ട് പ്രവർത്തനങ്ങൾ ഏർപ്പെടാനായിട്ടെല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഈ ഒരു പുറകെ കൂടെ ഒരു സോംബി വന്ന് ഈ ഒരു പയ്യനെ കൊല്ലുകയാണ്. പക്ഷേ ഇതൊന്നും ഈ ഒരു പെൺകൊച്ച് അറിയുന്നില്ല. കാര്യം ചെവിയിൽ പാട്ടെല്ലാം കേട്ട് ഫോണിൽ പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം സോംബി വന്ന് ഈ ചെയ്യുന്നതെല്ലാം തൻ്റെ കാമുകനാണ് ചെയ്യുന്നത് എന്ന് വിചാരിച്ച് പെൺകുട്ടി അവിടെ കിടന്ന് സൂചിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇത് കുറച്ച് നേരം കഴിയുമ്പോഴാണ് ഇവൾക്ക് മനസ്സിലാകുന്നത് ഇത് തൻ്റെ കാമുകനല്ല, ഇത് ഒരു സോംബിയാണ് എന്ന് മനസ്സിലാകുന്നത്. അപ്പം പെട്ടെന്ന് നിലവിളിക്കുന്നുണ്ടെങ്കിലും വളരെ സമയം കഴിഞ്ഞായിരുന്നു. ഈ ഒരു സമയം കൊണ്ട് തന്നെ ആ ഒരു സോംബി ആ ഒരു പെൺകുട്ടിയെ കടിച്ചു കൊന്നിരുന്നു. ഇതേ സമയത്ത് ആ ഒരു സീക്രട്ട് പാർട്ടി നടക്കുന്ന ആ ഒരു വലിയ ഹാളിലാണെങ്കിൽ ഈ കാർട്ടത്തെ പെങ്ങളാണെങ്കിൽ വേറെ ഒരുത്തം പ്രപ്പോസ് ചെയ്യാനായിട്ട് വരികയാണ്. ഈ പ്രപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണെങ്കിൽ ആ ഒരു വലിയ ഹാളിലേക്ക് മറിച്ചും സോംബികളെ ഇടിച്ചു കയറി വരികയാണ്. അപ്പം ഇതെല്ലാം കണ്ട് അതിനകത്ത് ഉണ്ടായിരുന്ന എല്ലാവരും പേടിച്ച് കരഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നിലവിളിച്ച് ഓടുന്നുണ്ടെങ്കിലും കുറച്ച് പേർക്കെല്ലാം കടി കിട്ടുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ഈ കാർട്ടറും ഇവരെല്ലാം ആ ഒരു ടീം ആ ഒരു ഹാളിലേക്ക് കയറി വരുന്നത്. അപ്പം അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഡോക്യുമെൻറ്റ്സും സംഭവം എല്ലാം വെച്ച് ഈ ഒരു സോംബിയുടെ എല്ലാം അവരെല്ലാം കൊല്ലുന്നുണ്ട്. എന്നിട്ട് ഇവരെ എല്ലാം ഒരു വേറൊരു മുറിയിലേക്ക് സേഫാക്കി മാറ്റിയതിനു ശേഷം ഇവർ 4 പേരും കൂടെ ആണെങ്കിൽ മണ്ടയിലുള്ള ഒരു റൂമിലേക്ക് കയറി ഓടിക്കുകയാണ്. അതിന് ഈ സോംബികളെല്ലാം മണ്ടയിലെ ആ ഒരു റൂമിന് പുറത്തുനിന്ന് നിൽക്കുകയാണ്. അതിനാണ് ഡെന്നീസ് കാണുന്നത് ഈ മുകളിൽ ഒരു പൈപ്പ് താഴത്തേക്ക് പോയിട്ടുണ്ട്. ആ പൈപ്പിൽ കൂടെ അവർ കയറി ഓടി രക്ഷപ്പെടുകയാണ്. അന്നേരമാണെങ്കിൽ ഓഗി ഉണ്ടാക്കിയ ഒരു ടൈം ബോംബ് വെച്ച് അവരെ എല്ലാം കൊല്ലുകയാണ്. എന്ന് വെച്ചാൽ ആ സോംബികളെല്ലാം കൊല്ലുകയാണ്. ഇവർ 4 പേരും രക്ഷപ്പെടുന്നുമുണ്ട്. ഇവരെ രക്ഷപ്പെട്ട് താഴെ വന്നപ്പോഴത്തേക്കും ഇവരെ ആശ്വസിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന സോംബികളെല്ലാം ഇവർ കൊന്നു. അപ്പം തൽക്കാലത്തിനുള്ള ഒരു ആശ്വാസം വരുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു രാജ്യം മൊത്തം സോംബികളാൽ നിറഞ്ഞപ്പെട്ട് ഇരിക്കുകയായിരുന്നു. അന്നേരമാണ് ഡെന്നീസ് നേരത്തെ വിളിച്ച ആ ഒരു സൈന്യം മൊത്തം അവിടെ എത്തുന്നത്. പിന്നീട് ഈ ഒരു സൈന്യത്തിൻ്റെ കൂടെ ഇവർ 4 പേരും ആ ഒരു സൈന്യത്തിൻ്റെ ക്യാമ്പിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഈ ഒരു ഡെന്നീസ് ബെന്നിൻ്റെ യാത്ര പറയുകയാണ്. ഈ ഒരു ഡെന്നീസ് ബെന്നിനോട് പറയുന്നുണ്ട്, നീ ധൈര്യമായിട്ട് ചെന്ന് കാർട്ടൻ്റെ പെങ്ങളോട് നിൻ്റെ ഇഷ്ടം തുറന്ന് പറയാൻ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യം ബെന്നിനെ സമ്മതിക്കുന്നുണ്ട്. അന്നേരമാണ് അപ്പുറത്ത് നിന്നും ഈ ഒരു കാർട്ടൻ്റെ പെങ്ങൾ അങ്ങോട്ട് നടന്നു വരുന്നത്. അന്നേരം ഈ ഒരു ബെന്നും അങ്ങോട്ട് ചെന്ന് അവൾ പറയുന്ന മുമ്പ് ഇവൻ അവളെ കിസ് ചെയ്യാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് കാർട്ടനോ വലിയ കാര്യം ഇഷ്ടപ്പെടുന്നില്ല. കൂടെ ഉണ്ടായിരുന്ന ഓഗിയാണെങ്കിൽ ഇത് കണ്ട് കൈ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചാണ് ഈ ഒരു സിനിമ തീരുന്നത്. സിനിമ മാത്രമല്ല ഈ ഒരു വീഡിയോയും ഇവിടെ തീരുവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഏതെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ അത് ഈ ഒരു വീഡിയോ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇടുക. അടുത്ത വീഡിയോയിൽ അത് പരിഹരിക്കുന്നതായിരിക്കും. അപ്പം ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസിനൊക്കെ ആയിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും സിനിമകൾ കാണണമെന്നുണ്ടെങ്കിൽ അത് ഈ വീഡിയോ താഴെ ആ സിനിമയുടെ പേരും ആ ഒരു വർഷം നിങ്ങൾ ഇടുക. നിങ്ങൾ ആ ഒരു വീഡിയോയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞങ്ങളോട്ട് വരുന്നതാണ്. അതിലെല്ലാവർക്കും ബൈ.